ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ തക്കാളി, നന്നായി പഴുത്ത തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു കടായിലേക്കോ കുക്കറിലേക്കോ മാറ്റാം. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, 4-5 വെളുത്തുള്ളി, 4-5 ഗ്രാമ്പു, എരിവിന് ആവശ്യത്തിന് ഒരു 10 കുരുമുളക്, ഒപ്പം തന്നെ ഒരു 1-1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട നമ്മൾ വളരെ ചെറിയൊരു കഷ്ണം തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സബോളയും ഒപ്പം തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷം തക്കാളി ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. 1-2 തവണ ഇടയിൽ ഇളക്കി കൊടുക്കാം. പിന്നെ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തക്കാളി ഒന്ന് നന്നായി തണുക്കുന്ന വരെ മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഇതിലിട്ടിരിക്കുന്ന സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റുകയാണ്. അത് ചൂട്ടോട് കൂടിയിരിക്കുന്ന സമയത്തും എടുത്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇത് ഓപ്ഷണലാണ്. ഫ്ലേവേഴ്സ് വേണം എന്നുള്ളവർക്ക് ഇത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതപ്പോൾ തക്കാളി നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് തക്കാളി നന്നായി ഒന്ന് അരിച്ചെടുക്കുക. തക്കാളിയുടെ സീഡും സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. സോസിൽ നമുക്ക് കട്ടയൊന്നും വേണ്ടല്ലോ. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്നുള്ള പൾപ്പും കൂടെ മുഴുവൻ അരിച്ചെടുക്കാം. ഇതിന് ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് ലോയിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിലിവിടെ നേരത്തെ കുരുമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഇടേണ്ടത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് വിനാഗിരി ഒഴിക്കണം. ഇതിലിവിടെ നോർമൽ വിനീഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എന്തിനെങ്കിലും കുറവുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എനിക്കിവിടെ ഉപ്പ് ഇത്തിരി കുറവ് പോലെ തോന്നി, അത് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് പ്ലേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ച് നോക്കുക. ഇതിൽ വാട്ടർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. വെള്ളത്തിൻ്റെ അംശം കളയാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് നല്ല കട്ടിയായിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ അതിൽ തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്